കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് ലയൺ ആണെന്ന് നമുക്കറിയാം. എന്നാൽ ടൈഗർ എന്ന് പറയുന്ന ഒരാളും കൂടി അവിടെയുണ്ട്. ഈ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ട് ടൈഗർ കിങ് ആയില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് മോളിവുഡ് എന്ന് പറയുന്ന ഈ ഒരു കാട്ടിനകത്ത് ലയൺ ആയിട്ടുള്ള ദുൽഖർ സൽമാനും ടൈഗർ ആയിട്ടുള്ള പൃഥ്വിരാജ് കുമാരനും ഈ രണ്ട് നെപ്പോ കിഡ്സ് ആയിരിക്കുമോ മോളിവുഡിന്റെ അടുത്ത മോഹൻലാലും മമ്മൂട്ടിയും. നമ്മൾ മറ്റേത് ഇൻഡസ്ട്രി എടുത്താലും നെപ്പോ കിഡ്സ് എന്ന് പറയുന്നവർക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. അവർക്ക് ഏത് സിനിമയിലും അഭിനയിക്കാം. അത് എത്ര ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും അവിടുത്തെ ആൾക്കാർ അവരെ ഇഷ്ടപ്പെടും. അത് മോളിവുഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ നെപ്പോ കിഡ്സിന്റെ കാര്യം നീ മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെ മകനായാലും നിനക്ക് കഴിവുണ്ടെങ്കിൽ നിനക്ക് ഇവിടെ പിടിച്ചു ചെയ്യാം, കഴിവില്ലെങ്കിൽ നീ പഠിച്ചിട്ട് വാ, അല്ലെങ്കിൽ നീ പുറത്ത് നിൽക്കുക എന്നുള്ളൊരു മനോഭാവമാണ് മോളിവുഡ് ഓഡിയൻസിനുള്ളത്. ഇനി ഫ്യൂച്ചറിൽ നമ്മളുടെ മോളിവുഡിനെ ഭരിക്കാൻ പോകുന്ന രണ്ട് പേരായിരിക്കും ദുൽഖർ സൽമാനും പൃഥ്വിരാജ് കുമാരനും. പിന്നെ പ്രണവിനെ ഞാൻ കൂട്ടാത്തതെന്ന് വെച്ചാൽ പ്രണവ് ലാലേട്ടൻ നീ വന്നൊരു സിനിമ ചെയ്തിട്ട് പോകുന്നു പതിയെ എപ്പോഴെങ്കിലും ഫോൺ വിളിച്ച് പറയുന്നുണ്ടാവാം. അതിന്റെ പേരിൽ വന്നിട്ട് പയ്യെ ചെയ്തിട്ട് അങ്ങ് പോകുന്നതാണ്. അല്ലാതെ പ്രണവിന് ഈ പറയുന്ന സിനിമാ ഫീൽഡിലോട്ടോ ഒന്നും വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം ദുൽഖർ എന്ന് പറയുന്ന ഇവിടെ പലതും ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൽ വാപ്പ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു കയ്യുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം താൻ ഇത്രയും വലിയ ആക്ടറാണ്, താൻ ഇത്രയും പുതിയ ന്യൂ കമേഴ്സ് ഡയറക്ടേഴ്സിന് അവസരം കൊടുക്കുന്ന ഒരാളാണ്. സ്വന്തം മോനെ പിടിച്ചിട്ട് നേരെ പുതിയ വരുന്ന സിനിമകളിലെല്ലാം കൂടെ അഭിനയിപ്പിച്ച ആൾക്കാരെ മനസ്സിൽ എനിക്ക് കിട്ടാത്ത 100 കോടി അവന് കിട്ടണം എന്നുള്ള രീതിയിൽ ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വരെ ഒരു പോസ്റ്റിൽ പോലും വളരെ റെയറായിട്ടാണ് ഇവർ തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും കണ്ടിട്ടുള്ളത്. ഇവർ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു ഒന്നിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് നമ്മൾ റീസെൻ്റ്ലി കണ്ട ദുൽഖർ തന്നെ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്ന ലോക എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ മോളിവുഡിന്റെ ആദ്യ സൂപ്പർ ഹീറോ യൂണിവേഴ്സ്. അതിന്റെ റിസൾട്ട് തന്നെ 300 കോടി ആദ്യ റെക്കോർഡ് അടിച്ചു. അത് മമ്മൂട്ടിയും ദുൽഖറും ഒന്നിച്ച് വന്നുകൊണ്ടാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ സിനിമയുടെ ക്വാളിറ്റിയും ആ സിനിമയുടെ കണ്ടന്റും കൊണ്ടാണ് ആ സിനിമ അങ്ങനെ ആയത്. ഇങ്ങനെ ഒരു ലീഡിനെ വെച്ച് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഇത് കളയാൻ പറ്റുന്ന ഒരു സിനിമ ദുൽഖർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഡ്യൂസർ ആ എടുത്ത ഡിസിഷനിലൂടെയാണ് നമുക്ക് ആ ഒരു നമ്മുടെ മോളിവുഡിന്റെ കിരീടത്തിൽ ഒരു പൊൻതുവലും കൂടെ ആയത്. ഈ ലോക എന്ന ഫിലിം വന്നതുകൂടി തന്നെയാണ് ദുൽഖർ എന്ന് പറയുന്ന ആക്ടറിനെ കുറെ കൂടി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ദുൽഖർ കുറെ കാലമായി മലയാളത്തിൽ ഒരു സിനിമ ചെയ്തത്, ലാസ്റ്റ് ചെയ്തത് കിങ് ഓഫ് കൊത്തയായിരുന്നു. അതൊരു വൻ ഫ്ലോപ്പ് സിനിമയും കൂടി ആയിരുന്നു. പക്ഷേ ദുൽഖർ പുറത്ത് ചെന്നിട്ട് ലക്കി ഭാസ്കറും റെട്രോ സ്റ്റാർ എന്നുള്ള ആ ഒരു ടാഗ് ലൈനിലൂടെ ഇപ്പോൾ റീസെന്റ് വന്ന കാന്ത ഉൾപ്പെടെ നല്ല ക്വാളിറ്റി ഉള്ള സിനിമകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള വെർസറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്ത് തന്റെ പ്രകടനം എത്രത്തോളം തന്നെ കൊണ്ട് ക്യാപ്പബിൾ ആണെന്നുള്ളത് പാപ്പായെ പോലെ തന്നെ മോനും ഇങ്ങനെ തേച്ച് മിനിക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം തൊട്ടേ ഞാൻ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ ലാലേട്ടൻ മമ്മൂക്ക സിനിമകൾ കാണുന്ന സമയത്തും അതിൻ്റെ കൂടെ തന്നെ പല സിനിമകളായിട്ട് കണ്ടുവന്ന ഒരാളാണ് പൃഥ്വിരാജ്. അന്നെന്ന് പറയുന്നത് ഇന്നത്തെ ദുൽഖറിനെ നമ്മൾ എങ്ങനെയാണ് ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി കണ്ടത്, അതേ രീതിയിൽ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ആക്ടറായിരുന്നു പൃഥ്വിരാജ് ആയാലും അതുപോലെ തന്നെ ജയസൂര്യ, അങ്ങനെ കുറച്ച് ആക്ടേഴ്സ്. ആ ഒരു നിരയെന്ന് പറയുന്നത് അന്ന് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന ഒരു ആക്ടറാണ്. പക്ഷേ ഇന്നത്തെ യുവതലമുറയുടെ കൂടെയാണ് പൃഥ്വിരാജ് പിടിച്ചിരിക്കുന്നത്. ദുൽഖറിന് മുമ്പ് തന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പല ടൈപ്പ് ഇതുമായിട്ട് നമ്മളെ മോളിവുഡിനെ കണക്ട് ചെയ്തു. പല ഇൻഡസ്ട്രിയുമായിട്ട് മോളിവുഡിനെ കണക്ട് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി കൊടുത്തത് നമ്മളുടെ പൃഥ്വിരാജ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ദുൽഖർ ഇറങ്ങിയിട്ട് പല ഇൻഡസ്ട്രിയുമായിട്ട് ഒരു ബ്രിഡ്ജ് വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു ബോണ്ട്. അപ്പോൾ ഈ രണ്ട് പേരാണ് സത്യത്തിൽ നമ്മുടെ മോളിവുഡിനെ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ പാൻ വേൾഡ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് ഇവർക്കാണ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ആയാൽ പോലും അതൊരു ലിമിറ്റുണ്ട്. ആ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അവർ രണ്ടുപേരായാൽ പോലും പോവില്ല. പൃഥ്വിരാജ് ആയാലും ദുൽഖർ ഓൾറെഡി പ്രൂവ് ചെയ്തു. ദുൽഖർ പൃഥ്വിരാജിനെക്കാളും എന്തായാലും ഒരുപാട് മെഗലിലാണ് ഇപ്പോൾ പല കാര്യങ്ങളിലും. ഒപ്പം പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും ഇപ്പോൾ ആൾ മുമ്പിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാട്ടിൽ ലയണും ടൈഗറും ഉണ്ടെങ്കിൽ ഈ രണ്ട് പേരിൽ ആരാണ് ഒരു കിങ് എന്നുള്ളത് കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ തോന്നാറുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജിനെ നമുക്ക് ടൈഗറായിട്ട് ഉപമിക്കാം, ദുൽഖറിനെ നമുക്കൊരു ലയണായിട്ട് തന്നെ കൂട്ടാം. കാരണം ഇപ്പം മോളിവുഡിലെ ആ ഒരു യങ് രാജാവ് ദുൽഖർ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെ ആക്ടിങ് സ്റ്റൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരു ആർട്ടിഫിഷ്യാലിറ്റി തുടക്ക സമയത്ത് ഉണ്ടായിരുന്നു. പ്രണവിനെയും കൂടെ കൂട്ടിയാണ് ഞാൻ പോൾ ഇട്ടതിൽ എല്ലാവരും ദുൽഖറിനെ തന്നെയാണ് പറഞ്ഞത്. ഇവർ 3 പേരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആരാണ് നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്നത്, ഒരു ഡ്രാമ ഫീൽ ചെയ്യാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന ആക്ടിങ് ഇവരിൽ ആരാണെന്നുള്ളത് ചോദിച്ചാൽ ദുൽഖർ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. മുമ്പുള്ള പല സിനിമകളിലും ഒരു ഡ്രാമ ഫീൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻസ് ദുൽഖറിനും ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. ദുൽഖറും ഈ പറയുന്ന പോലെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദുൽഖറിനേക്കാൾ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പൃഥ്വിരാജ്.
അപ്പോൾ ഒരുപാട് സമയം കിട്ടിയ ഒരാളും കൂടിയാണ് പൃഥ്വിരാജ്. അപ്പോൾ പൃഥ്വിരാജിനെ നമ്മൾ ഇന്ന് കാണുന്നത് കുറച്ചും കൂടി തെളിഞ്ഞ ഒരാളായിട്ടാണ് നമുക്ക് കാണേണ്ടത്. എന്നാൽ ആ ഒരു സ്റ്റേജിലും ദുൽഖറുമായിട്ട് നമ്മൾ പൃഥ്വിരാജിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദുൽഖർ തന്നെയാണ് മുന്നിൽ. കാരണം ആ ഒരു പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട്. അത് ഇൻറ്റൻഷനലി ചെയ്യണതാവണമെന്ന് തോന്നുന്നില്ല, പക്ഷേ അത് ഓരോരുത്തരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. ഓരോരുത്തർ സംസാരിക്കുന്നതായാലും അവർ പ്രസൻറ്റ് ചെയ്യുന്നതായാലും എത്രയെന്ന് പറഞ്ഞ് മാറ്റിയാലും മാറാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ് പൃഥ്വിരാജിനുള്ളത്. പലരും ഒരു ചിരിയെ കുറിച്ച് കളിയാക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഒരു എന്താ പറയുക, അതൊക്കെ ജെനറ്റിക്കലി അവരങ്ങനെ ആയി വരണേലേ, അത് നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല. അത് അവരുടെ ലിമിറ്റേഷനായിട്ട് വെച്ചുകൊണ്ട് അവരൊന്നും ചെയ്യാതിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന പൊസിഷനിൽ അവർ എത്തുമില്ലായിരുന്നു. എത്രയൊക്കെ ആർട്ടിഫിഷ്യലാണ്, ഡ്രാമാറ്റിക് ആണെന്ന് പറഞ്ഞാൽ പോലും പൃഥ്വിരാജ് എന്ന ആക്ടർ ആടുജീവിതം എന്ന ഫിലിമിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് വേറൊരാൾക്ക് ആ രീതിയിൽ പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത്. ആ ക്യാരക്ടറൊക്കെ ദുൽഖർ ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയനെ. കാരണം ആ രീതിയിലുള്ള ഇത് ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റില്ല. ദുൽഖറിനെ ആ രീതിയിൽ ഒരിക്കലും നമുക്ക് ചിന്തിച്ചു പോലും നോക്കാം, ഇമാജിൻ ചെയ്ത് നോക്കാൻ പോലും പറ്റില്ല എന്നുള്ളത് എനിക്കിപ്പോൾ തന്നെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നു. എനിക്ക് ആ ക്യാരക്ടറും ആ സിനിമയും ഞാൻ മുമ്പ് പറഞ്ഞതാണ്, എനിക്ക് വർക്കായ ഒരു ക്യാരക്ടർ ഇതുമാണ്. പക്ഷേ അവാർഡ് പോലും നിരസിച്ചു പോയി. ആളിൻ്റെ അഭിനയം കുറേ ആർട്ടിഫിഷ്യലാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ആ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ വരും. അത് ആ ഒരു ആളിൻ്റെ ജെനറ്റിക്കലി കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്താണ് നമ്മൾ കാണുന്ന സമയത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ദുൽഖറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദുൽഖറിൻ്റെ ഉസ്താദ് ഹോട്ടൽ, അതുപോലെ തന്നെ കുറച്ച് സിനിമകളുണ്ട് അത്തരത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന, അതെങ്കിൽ ആ ഒരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഫിലിം കുറേ സിനിമകളുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ ദുൽഖർ മുമ്പ് ചെയ്തതും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത കാന്തയായാലും അത്തരത്തിലുള്ള സിനിമകളിലൊക്കെ ദുൽഖറിൻ്റെ ആ ഒരു പെർഫോമൻസ് വേരിയേഷൻ ഉണ്ട്. അതായത് ഒരു ചില സമയത്ത് അപ്പാവും, ചില സമയത്ത് ഡൗൺ ആവും. അങ്ങനെ കുറേ ഒരു കയറ്റമിറക്കമുള്ളൊരു ടൈപ്പ് ആക്ടറാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ്, അല്ലാതെ ദൈവികമായി കിട്ടിയൊരു കഴിവല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ അവരിലുണ്ടാവാം. പിന്നെ അവരുടെ വളർന്നു വന്ന ഒരു തലമുറയിൽ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവർ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള യുണീക്കായിട്ട് ക്യാരക്ടേഴ്സിനെയാണ് അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു സ്ട്രഗിൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ദുൽഖർ ആയാലും പൃഥ്വിരാജ് ആയാലും അവർ രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. ഇവർ രണ്ടുപേരും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡ്രാമാറ്റിക് അല്ലാതെ കുറച്ചും കൂടി നാച്ചുറലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ദുൽഖറിന് തന്നെയാണ്. ദുൽഖറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ദുൽഖർ ചെയ്തിട്ടുള്ള പറവയായാലും തീവ്രമായാലും അങ്ങനത്തെ കുറേ പഴയ സിനിമകളുണ്ട്. മറ്റേ സണ്ണി വെയിനൊക്കെ ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണ്, അതാണ് ഫസ്റ്റ് സിനിമയെന്ന് തോന്നുന്നു. ദുൽഖർ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ആക്ടിങ് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആക്ടിങ് ആണ്. ഞാൻ ഒരു കമൻറ്റ് കണ്ടായിരുന്നു നമ്മൾ ആ പോളിൻ്റെ അടിയിൽ, അതായത് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് സുകുമാരൻ, പ്രണവ് മോഹൻലാൽ, ഇവർ മൂന്ന് പേരിൽ ആരാണ് നാച്ചുറൽ ആക്ടർ എന്ന് പറഞ്ഞ് ഞാൻ ഒരു പോൾ ഇട്ടു. അപ്പോൾ ഒരാൾ പറയാൻ പണ്ടത്തെ നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അത്തരത്തിലുള്ള ലെജൻസുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോളിവുഡിലെ ഏറ്റവും ആക്ടേഴ്സ് അവരാണ്, അതായത് നാച്ചുറൽ ആക്ടേഴ്സ് അവരാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ പോൾ ഇട്ടിരിക്കുന്നത് ഓൺലി ഈ മൂന്ന് പേരിൽ ആരാണ് ഇത്തി ഡ്രാമാറ്റിക് അല്ലാതെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇവർ മൂന്ന് പേരിൽ ആരാണെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. നാച്ചുറൽ ആക്ടിംഗ് ഒക്കെ എടുക്കുവാണ്, അല്ലെങ്കിൽ നെപ്പോ കിഡ്സിനകത്ത് നാച്ചുറൽ ആക്ടിംഗ് ഒക്കെ നമ്മൾ പിടിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫഹദ് ഫാസിലിനൊക്കെ എടുത്ത് മുമ്പിൽ വെക്കേണ്ടി വരും. ഞാൻ ഫഹദിനെ എടുക്കാത്തത് മെയിനായിട്ടും ഈ പറയുന്ന പോലെ ഒരു പാൻ ഇന്ത്യ ഒരു റേഞ്ച് കൊണ്ടുവന്നത് ഇവർ രണ്ടുമാണ്, ദുൽഖറും പൃഥ്വിരാജും. അതുകൊണ്ടാണ് ഇവരെ തന്നെ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഫഹദ് ഫാസിലായിരിക്കും ആക്ടിങ്ങിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് മുമ്പിൽ നിൽക്കുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ്, ഒരു ഡൗട്ടും ഇല്ല. അത് ദുൽഖറിനെ വെച്ച് കമ്പയർ ചെയ്താലും പൃഥ്വിരാജിനെ വെച്ച് കമ്പയർ ചെയ്താലും ഏറ്റവും ബെസ്റ്റ് ആക്ടർ ഫഹദ് തന്നെയായിരിക്കും. നമ്മുടെ ഈ ഒരു മോളിവുഡിൻ്റെ റീച്ച് അപ്സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാൻ ഇന്ന് ഇവർക്ക് രണ്ടുപേർക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവർ തന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞത്. ഇപ്പം മോളിവുഡിലെ ആ ഒരു കാട്ടിനുള്ളിലുള്ള രണ്ട് ടൈഗറിനെയും ലയനെയും കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ആ ഒരു കാട്ടിൽ തന്നെ ഉള്ള വേറെ കുറേ കുട്ടി അനിമൽസ് ഉണ്ടല്ലോ. അപ്പോൾ ആ അനിമൽസിനെയും കൂടെ കുറച്ചൊന്നും മെൻഷൻ ചെയ്യാതെ നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്താൽ അത് മോശമായിപ്പോവും. അതിൽ മറ്റ് നെപ്പോ കിഡ്സിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാവരും പെടും. ഞാൻ എല്ലാവരും പേരൊന്നും പറയുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പേരെന്ന് പറയുന്നത് അർജുൻ അശോകൻ. നമ്മൾ അധികം ഒന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല, അത് എനിക്കറിയാം. ഒരുപാട് പേരൊന്നും അത് സെലിബ്രേറ്റ് ചെയ്യാത്തൊരു ആക്ടറാണ് അർജുൻ അശോകൻ. എന്നാൽ ഹൈലി പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറുമാണ്. നല്ല നല്ല സിനിമകളും കണ്ടന്റുകളും സെലക്ട് ചെയ്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറും കൂടിയാണ് അർജുൻ അശോകൻ. ഒരു ഡൗട്ടും ഇല്ല. അതിപ്പം ബ്രഹ്മയുഗത്തിൽ നമ്മൾ കണ്ടതാണ്. ബ്രഹ്മയുഗം കഴിഞ്ഞതിന് ശേഷവും എടുത്ത പല സിനിമകളും നല്ല നല്ല സിനിമകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി വന്ന എനിക്ക് തലവര എന്ന് പറഞ്ഞ സിനിമയും അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതെന്തുകൊണ്ട് അത്രയും ആൾക്കാരിലേക്ക് എത്തിയില്ല എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്കകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് ഇതില്ല എന്നുള്ളത് കൊണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അർജുൻ അശോകൻ എന്ന് പറഞ്ഞ ആക്ടർ നമുക്കത് കാണുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന്
നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യും. ഇപ്പോൾ പണ്ട് നിവിൻ്റെ അടുത്ത് നമുക്കൊരു തോന്നുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതായത് നിവിൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് പെട്ടെന്ന് നമുക്ക് റിലേറ്റബിൾ ആവും. അതിപ്പോൾ ഇപ്പോൾ വടക്കൻ സെൽഫി അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫീല് നമ്മൾ അടുത്ത വില്ലപ്പൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് നമുക്ക് അർജുൻ അശോകനിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ചും കൂടി ഒരു ഈ ചത്താപ്പച്ച എന്ന് പറഞ്ഞ ഫിലിമും കൂടെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും അർജുൻ അശോകൻ എന്ന് പറഞ്ഞ ആക്ടറിനെ കുറേ കൂടി ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഡയറക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ വിനീത് ശ്രീനിവാസൻ, അത് ആക്ടറുമാണ് ഡയറക്ടറുമാണ്. അതൊക്കെ ഞാൻ പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. വിനീതിൻ്റെ ആക്ടിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. വളരെ നാച്ചുറലായിട്ടും ആക്ട് ചെയ്യും, നല്ല കോമഡി വഴങ്ങുന്ന ഒരു ആക്ടറുമാണ്. ഇമോഷണൽ ക്യാരക്ടേഴ്സ് നന്നായിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് വിനീത് ശ്രീനിവാസൻ. അത് ഡയറക്ടറും കൂടി ആയതുകൊണ്ടാണ്. പിന്നെ ധ്യാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധ്യാൻ കഴിവുണ്ടെങ്കിലും ധ്യാൻ അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഒരു മറുപടിയില്ല. കാളിദാസ് ജയറാമിൻ്റെ കുട്ടിക്കാലത്ത് മറ്റേ സിനിമയും ഒക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ആ ഒരു അതിൻ്റെ ഗ്രാഫ് അങ്ങ് പയ്യെ അങ്ങ് അണഞ്ഞു പോയി. സെലക്ട് ചെയ്യുന്ന സിനിമകളായാലും പെർഫോമൻസ് ആയാലും വളരെ ഡിഫറൻസ് ഫീൽ ചെയ്യുക. അത് എല്ലാ ക്യാരക്ടേഴ്സും ഒരുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ വരാനിരിക്കുന്നുണ്ട് അച്ഛനും മോനുള്ളൊരു സിനിമ, അതിൻ്റെ പേരെന്താണോ അത് മറന്നുപോയി. ഗോകുൽ സുരേഷും മാധവ് സുരേഷും, അവർ രണ്ടുപേരിൽ നോക്കുകയാണെങ്കിൽ അവരും ട്രോൾ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. ഗോകുൽ സുരേഷ് കുറച്ചും കൂടി നല്ല സിനിമകൾ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത്യാവശ്യം നല്ലൊരു നടനായിട്ട് വരേണ്ട ഒരു ആക്ടറാണ്. കാരണം ടാലൻ്റ് ഉള്ള ഒരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ കിട്ടേണ്ട രീതിയിൽ നല്ലൊരു ഡയറക്ടറിൻ്റെ കൈ കിട്ടി നല്ലൊരു റോൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആളും പൊടിയായിട്ട് വരും. പിന്നെ മാധവ് സുരേഷ് സ്ട്രഗ്ലിംഗ് ആണ്, പഠിക്കുന്ന ഒരു സ്റ്റേജാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇതൊക്കെയാണ് മറ്റ് നെപ്പോ കിഡ്സിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. ആക്ടിങ് വൈസ് ഒരു ആക്ടിങ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് നെപ്പോ ഫഹദ് ഫാസിലിൻ്റെ അടുത്ത് ഫ്രണ്ട് വയ്ക്കാം. പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ റീച്ചും കൊണ്ടുവരണം, ഒപ്പം നന്നായിട്ട് ആക്ടിങ് ചെയ്യണമെന്നുള്ള ഒരു രണ്ടുപേരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൃഥ്വിരാജിനെ, ദുൽഖറിനെ എടുക്കാം. പിന്നെ ഒരു ഏറ്റവും നല്ല നെപ്പോ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ക്രിഞ്ചൊക്കെ മാറ്റി നിർത്തി പണ്ടത്തെ നല്ല നല്ല സിനിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ. ഇപ്പോഴത്തെ ക്രിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മളെ റീസെൻ്റ്ലി ഇറങ്ങിയ കരം ഒട്ടും വർക്കാവാത്ത സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം അതിൽ ഹൃദയം ആയാലും ഇതൊന്നും ബോർ സിനിമയായിട്ട് തോന്നിയില്ല. അത് കണ്ടിരിക്കാൻ പറ്റുന്ന ടൈപ്പ് സിനിമകളായിരുന്നു. പക്ഷെ കരം എനിക്ക് അത്ര ഒട്ടും വർക്കായില്ല. വിനീത് ശ്രീനിവാസനെ എടുക്കാം. ഇതാണ് എൻ്റെ ഒരു റാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ മോളിവുഡിൻ്റെ നെപ്പോ കിഡ്സ് ഒരിക്കലും ടാലൻ്റ് ഇല്ലെങ്കിൽ മോളിവുഡിൽ നിൽക്കില്ല. അതിനുള്ള എക്സാമ്പിൾ ഒരുപാട് പേര് പുറത്തായിട്ടുണ്ട്. പലരെയും നമുക്ക് ഓർമ്മ പോലും ഇല്ല. ഇന്നും പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ആദ്യം കുറേ കളിയാക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പം പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ദുൽഖറിനും പൃഥ്വിരാജിനും ഫഹദിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ അപ്പന്മാരുടെ ആ ഒരു ഇതുകൊണ്ടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവർ ആ ഒരു കഷ്ടപ്പെട്ട് അവർ ആ ഒരു പൊസിഷനിൽ എത്തിയോണ്ടാണെന്നും ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നെപ്പോ കിഡ്സിനകത്ത് ഒരു ക്രൗഡ് പുള്ളർ എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ ഇന്നുള്ളതിൽ ഏറ്റവും ക്രൗഡ് പുള്ളർ അത് ദുൽഖർ തന്നെയാണ്. അത് വേറെ ആരെയും ആ ഒരു ഗ്യാങ് കയറ്റാൻ പോലും പറ്റില്ല. ഇവരെല്ലാം മോളിവുഡിൻ്റേതായിട്ടുള്ള ഓരോ സ്റ്റേജ് അലങ്കരിക്കുന്ന അല്ലെങ്കിൽ ഓരോ പദവി അലങ്കരിക്കുന്ന, ഒരു കാട്ടിൽ ഒരു അനിമലിനും ഓരോ അനിമലിനും ഓരോ ഇതുണ്ടല്ലോ, ഓരോ സ്റ്റേജ് ഉണ്ടല്ലേ, ഓരോ പൊസിഷൻ ഉണ്ടാവൂലേ, അത്തരത്തിൽ അത് അലങ്കരിക്കുന്ന ഓരോരുത്തരായിട്ട് നമുക്ക് കൂട്ടാം. കളങ്കാവലിനെയും മമ്മൂക്കയും മമ്മൂട്ടി കമ്പനിയെയും കുറിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ഹൈപ്പും കൂടെ ഒന്ന് അമർത്തിക്കോ. ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതേക്ക് ഇറ്റ്സ് മീ ആൻഡ് ഷാനിസാർ.